ശാന്തി. ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള അസുഖങ്ങളാണ് മാനസികമായും ശാരീരികമായും ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ചിന്തകളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നും മുക്തമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നമുക്കുണ്ടാകുന്ന മാനസികമായും ശാരീരികമായും എല്ലാ തരം അസുഖങ്ങൾക്കുമുള്ള കാരണം നമ്മുടെ ചിന്തകൾ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ചിന്തിക്കാതെ ഒരു പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ചിന്തകൾ ഒരു ചിതയാണെന്നും പറയാറുണ്ട്. എപ്പോഴാണോ നമ്മുടെ ചിന്തകൾ പോസിറ്റീവായി മാറുന്നത് അപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും പോസിറ്റീവായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴാണോ നമ്മുടെ ചിന്തകൾ നെഗറ്റീവായി മാറുന്നത് അപ്പോൾ മുതൽ നമുക്കുണ്ടാകുന്ന അനുഭവം നെഗറ്റീവായ അനുഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഇന്ന് മാനസികമായും ശാരീരികമായും അസുഖങ്ങൾ കൂടി വരുന്നതിൻ്റെ കാരണം അസുഖങ്ങൾ വരത്തക്ക രൂപത്തിലുള്ള ചിന്തകൾ നമ്മൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇതാർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യവും. ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന കാര്യം കൂടി ചിന്തിക്കുന്നതേയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടി വരുന്നത്. ജീവിതശൈലി രോഗങ്ങൾ എന്നും പറയാറുണ്ടല്ലോ. എന്നാൽ ആദ്യം നമ്മൾ ചികിത്സ നടത്തേണ്ട എവിടെയാണ്? ഈ കാര്യത്തെക്കുറിച്ചും നമ്മൾ അറിയുന്നതേയില്ല. അതിനു പകരമായി നമ്മൾ എല്ലാ ചികിത്സയും നടത്തുന്നത് ശരീരത്തിനാണ്. മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള കാരണം എന്നതിനെക്കുറിച്ച് ആരും മനസ്സിലാക്കുന്നതുമില്ല. ഇനി എന്തെല്ലാമാണ് നമ്മുടെ മനസ്സിൻ്റെ അസുഖങ്ങൾ? മുഖ്യമായത് ടെൻഷൻ തന്നെയാണ്. അതിൻ്റെ ഭാഗമായി അസ്വസ്ഥമാകുന്നു, അലസത, മടി, മൂഡ് ഓഫ് ആകുക, ക്രോധം എന്നിങ്ങനെ ഒരു നീണ്ട നിര തന്നെയാണ് മനസ്സിൻ്റെ അസുഖങ്ങൾ. ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം മറ്റുള്ളവരാണെന്നും പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വ്യർത്ഥമായ ചിന്തകൾ തന്നെയാണ്. വ്യർത്ഥമായ ചിന്തകളുടെ റിസൾട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുന്നത്. ഇതാണ് പിന്നീട് ശാരീരികമായ അസുഖങ്ങളായി മാറുന്നതും. എന്നാൽ ഇങ്ങനെയുള്ള ചിന്തകളാണ് ശാരീരിക അസുഖങ്ങൾക്കുള്ള കാരണം എന്ന് അധികം പേരും മനസ്സിലാക്കുന്നതുമില്ല. ഇനി ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ചിന്തകളിൽ എങ്ങനെയാണ് നിയന്ത്രണം കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ചും അറിയുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിൻ്റെ അസുഖങ്ങൾക്ക് മരുന്നുകളൊന്നും തന്നെ ഇല്ല. അഥവാ എന്തെങ്കിലും മരുന്ന് തന്നാൽ അത് നൽകുന്നത് ശരീരത്തിന് വേണ്ടിയാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ മരുന്ന് മനസ്സിനാണ് നൽകിയത് എന്നാണ്. അങ്ങനെ നല്ല രീതിയിൽ ചിന്തിച്ച് മരുന്ന് കഴിക്കുമ്പോൾ പലർക്കും മാനസിക സമ്മർദ്ദങ്ങളും മനസ്സിൻ്റെ ടെൻഷനും ഇല്ലാതായെന്നും പറയാറുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് മാനസികമായി അസുഖമുണ്ടെങ്കിലും ശാരീരികമായി അസുഖമുണ്ടെങ്കിലും നമുക്ക് തന്നിരിക്കുന്ന മരുന്ന് പോസിറ്റീവായ ഭാവനയിലാണോ കഴിക്കുന്നത് അതിനെ ആശ്രയിച്ചാണ് രോഗമുക്തി നേടുന്നതും. മരുന്ന് നൽകിയത് ശരീരത്തിനാണ്, എന്നാൽ മനസ്സിനാണ് നൽകിയത് എന്ന പോസിറ്റീവായ സങ്കല്പം നമ്മുടെ അസുഖത്തെ ഇല്ലാതാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സിനെ എപ്പോഴും പോസിറ്റീവായി വെക്കാൻ പഠിച്ചാൽ ഇതുവരെ എന്തെല്ലാം തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതിനെ നേരിടാനുള്ള മാനസിക ആരോഗ്യമുണ്ടാകുകയും പിന്നീട് പോസിറ്റീവായി ചിന്തിക്കുന്നതിൻ്റെ ആധാരത്തിൽ അസുഖങ്ങൾ മെല്ലെ മെല്ലെ കുറയുന്നതും പിന്നീട് അത് ഇല്ലാതാകുകയും ചെയ്യുന്നു. ഇങ്ങനെ മനസ്സിനെ പോസിറ്റീവായ ചിന്തകളിൽ നിർത്തണമെങ്കിൽ ഒരു പഠനവും ധ്യാനവും ആവശ്യവുമാണ്. മെഡിറ്റേഷനിലൂടെയാണ് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. മെഡിറ്റേഷൻ തന്നെയാണ് നമ്മുടെ മനസ്സിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മെഡിസിനും. ഈ മെഡിറ്റേഷൻ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും പോസിറ്റീവായ ഊർജത്തിൻ്റെ ശേഖരണം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഈ പോസിറ്റീവായ ഊർജം തന്നെയാണ് നമ്മുടെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ ടെൻഷനെ ഇല്ലാതാക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവം ഉണ്ടാക്കുന്നതും. എത്രത്തോളം പോസിറ്റീവായ ഊർജം നമ്മൾ വർദ്ധിപ്പിക്കുന്നോ അത്രയും നമ്മളുടെ ടെൻഷൻ ഇല്ലാതാകുകയും മാനസിക ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാനും സാധിക്കും. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ഇങ്ങനെയുള്ള മെഡിറ്റേഷൻ ക്ലാസുകൾ എല്ലാവർക്കും സൗജന്യമായി അഭ്യസിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മെഡിറ്റേഷനിലൂടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മാനസികമായും ശാരീരികമായും എല്ലാതരം അസുഖങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്തുള്ള ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയവുമായി ബന്ധപ്പെടുക. ഓം ശാന്തി.